സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാകാൻ പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ 10 മാസം പ്രായമുള്ള മകൾ. റോഡ് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കുഞ്ഞിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുക. 2 വൃക്കകളും ഹൃദയവാൽവും കരളും ദാനം ചെയ്യും. എറണാകുളം അമൃത ആശുപത്രിയിൽ ഇന്ന് വൈകിട്ട് 6:30 അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. സാന്ത്വന സജു തിരുവനന്തപുരത്ത് നിന്നും, സജോ ദേവസ്യ കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. സാന്ത്വനയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സാന്ത്വന, എനിക്ക് ശരിയാണ്, ഒരു അവയവദാന വാർത്ത വരുമ്പോൾ അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. 10 മാസം പ്രായമായ ഒരു കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണല്ലോ എന്നാലോചിക്കുമ്പോൾ അങ്ങനെയും ഒരു വശമുണ്ട്. ശരി, അതെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടമാകുമ്പോൾ ഓർമ്മകളൊക്കെ തുടർച്ചയുണ്ടാവുക എന്നൊരു തീരുമാനമെടുക്കുക അത് എത്രത്തോളം കഠിനമാണെന്ന് നമുക്കറിയാമെങ്കിലും അങ്ങനെ ഒരു തീരുമാനം ആ മാതാപിതാക്കൾ കൈക്കൊണ്ടിരിക്കുന്നു എന്നത് പ്രധാനമാണ്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? നമ്മൾ സ്ഥിരമായി അവയവദാനവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയും നൽകാറുള്ളതാണ്, ചർച്ച ചെയ്യാറുള്ളതാണ്. പക്ഷേ ഒരു ഹൃദയഭാരത്തോടു കൂടി അല്ലാതെ നമുക്ക് ഈ ഒരു വാർത്ത പങ്കുവയ്ക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. കാരണം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാകാൻ ഒരുങ്ങുകയാണ് 10 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ്. പത്തനംതിട്ട മുല്ലപ്പള്ളി സ്വദേശികളുടെ 10 മാസം പ്രായമുള്ള മകളാണ് ഇത്തരത്തിൽ അവയവദാനം ചെയ്യാൻ ഒരുങ്ങിയിരുന്നത്. ആലിൻ ഷെറിൻ എബ്രഹാം എന്നാണ് ഈ 10 മാസം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ പേര്. കഴിഞ്ഞ ദിവസമാണ്, ഫെബ്രുവരി ആദ്യവാരമാണ് ഈ കുഞ്ഞും അവരുടെ കുടുംബവും സഞ്ചരിച്ചിരുന്ന അവരുടെ വാഹനം അപകടത്തിൽ പെടുന്നത്. കോട്ടയത്തിനടുത്ത് വെച്ച് MC റോഡിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. അതിനുശേഷം പല ആശുപത്രികളിലേക്കും മാറ്റി. അതിന് ഒടുവിലാണ് കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഒടുവിൽ അറിയുന്നത്. എറണാകുളം അമൃത ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഈ വിവരം മാതാപിതാക്കൾ അറിയുന്നത്. അങ്ങനെയാണ് ഇവർ 2 പേരും കൂടി ചേർന്ന് കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാം എന്നുള്ള ആ മഹത്തായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിലിപ്പോൾ 2 വൃക്കകളും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ വാൽവും കരളും നേത്രപടലങ്ങളും ദാനം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. വൈകുന്നേരം 6:30 തന്നെ എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്നും അവയവങ്ങളുമായുള്ള ആംബുലൻസ് റോഡ് മാർഗമാണ് ഈ അവയവങ്ങളൊക്കെ തന്നെയും കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കേസ് ഓട്ടോയുമായി ബന്ധപ്പെടുമ്പോൾ അറിയുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. വൈകുന്നേരം 6:30 തന്നെ അവിടുന്ന് ആംബുലൻസ് പുറപ്പെടും. ഏതാണ്ട് ഒരു 9 മണിയോട് തന്നെ അത് തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത്. 2 വൃക്കകൾ നൽകുന്നത് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള ഒരു കുട്ടിക്കാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ വാൽവ് അത് നൽകുന്നത് തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സയിലുള്ള ഒരു കുട്ടിക്കാണ്. കരള് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്കും, നേത്രപടലങ്ങൾ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുള്ള ഒരു കുഞ്ഞിനും നൽകുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം ധീരമായൊരു തീരുമാനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. കാരണം 10 മാസം പ്രായമുള്ള തങ്ങളുടെ മകൾ നഷ്ടപ്പെടുമ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്തോരം വേദന ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറത്താണ്. പക്ഷേ ആ വേദനയിൽ നിൽക്കുമ്പോഴാണ് ഏതാണ്ട് 4-5 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ആ മാതാപിതാക്കൾ എത്തുന്നത്. അവരുടെ എല്ലാ വേദനകൾക്കും അപ്പുറമാണ് അവർ അങ്ങേയറ്റം ധീരമായ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതായി വരും. മധു, എന്തായാലും റോഡ് മാർഗം തന്നെയാണ് ഈ അവയവങ്ങളൊക്കെ തന്നെയും കൊണ്ടുവരിക. കൃത്യം 6:30 തന്നെ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തേക്ക് നമ്മളോടൊപ്പം ഉണ്ട് സാന്ത്വന. ഞാൻ സജോയിലേക്ക് പോകാം. അവിടെ നിന്നുള്ള തയ്യാറെടുപ്പുകൾ എത്രയാണ് എന്ന് നമുക്ക് സജോയോട് ചോദിക്കുകയും ചെയ്യാം. സജോ, എപ്പോഴാണ് കൃത്യം 6:30 തന്നെ അവിടെ നിന്ന് പുറപ്പെടുമെന്നുള്ളതാണ് വിവരങ്ങൾ. അതിനുള്ള ക്രമീകരണങ്ങൾ എവിടെ വരെയായി? മാധു, എത്ര വലിപ്പമുള്ള ഒരു തീരുമാനമാണ് ആ മാതാപിതാക്കൾ കൈക്കൊണ്ടത്. അവർ ആ തീരുമാനം അറിയിച്ച് അവരുടെ സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെ തന്നെ വളരെ വേഗത്തിലുള്ള ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് സംഘം അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് അമൃത ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അവയവങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ആ പ്രൊസീജിയർ നടക്കുകയാണത്. പൂർത്തീകരിക്കുന്നതിന് ഇപ്പോൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു 6:30 മണിയാകും അത് പൂർത്തീകരിക്കാൻ. ആ പ്രൊസീജിയർ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അത്രയും സമയമെടുക്കും. അത് പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ ആംബുലൻസിലേക്ക് കൈമാറി വളരെ വേഗത്തിൽ തന്നെ റോഡ് മാർഗം പോകുന്നതിനുള്ള ക്രമീകരണമാണ്. ആശുപത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. അവയവങ്ങൾ എടുത്ത് അവ കൃത്യമായി കൈമാറ്റം ചെയ്യുന്നതിന് രൂപത്തിൽ സജ്ജമാക്കുക എന്താണ് ചെയ്യേണ്ട കാര്യം. അതൊരു 2 മണിക്കൂർ സമയമാണ് അതിനായി എടുക്കുക എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു 6:30 പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ പിന്നീട് റോഡ് മാർഗം എന്താണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ വളരെ വേഗത്തിൽ ഹെലികോപ്റ്റർ സേവനം അടക്കം തേടുക എന്നതിലെ അപ്രായോഗികത ഉള്ളതുകൊണ്ട് റോഡ് മാർഗം തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രികളിലേക്ക് എത്തുക. ഒരവയവം നേത്രപടലം കൊച്ചി അമൃത ആശുപത്രിയിൽ തന്നെയാണ്, അവിടെ തന്നെ ദാനം ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഉള്ളത്. അപ്പോൾ എത്ര ജീവനുകളിലേക്ക്, എത്ര കുരുന്നുകളിലേക്ക് വെളിച്ചം പകരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. പക്ഷേ അപ്പോഴും ആ കുരുന്നിൻ്റെ 10 മാസം മാത്രം പ്രായമുള്ള കുരുന്നാണ്. ആ വിയോഗവും വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത്രയും വലിയ ഹൃദയഭാരത്തിനും വേദനയ്ക്കും
ഒക്കെ ഇടയിൽ ഒരു ധീരമായ തീരുമാനം ആ മാതാപിതാക്കൾ കൈക്കൊള്ളാൻ കഴിയുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വേദനയിലൂടെയും ഷോക്കിലൂടെയായിരിക്കും കടന്നു പോവുക. ആ ഘട്ടത്തിൽ തന്നെ അവർ ആ സന്നദ്ധത അറിയിക്കുന്നു. അതായത് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ അത് കുടുംബത്തെ അറിയിക്കുന്നു. പിന്നീട് അവർ ആ സന്നദ്ധത അധികൃതരെ അറിയിക്കുകയായിരുന്നു. പിന്നീടാണ് വളരെ വേഗത്തിൽ ആരോഗ്യ സംവിധാനങ്ങൾ വകുപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറുകയും വളരെ വേഗത്തിലുള്ള ഇടപെടലാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയ അടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അത് പൂർത്തീകരിക്കാനാണ് ഈ സമയം വേണ്ടത്. അത്രയും സമയം മാത്രമേ കാലതാമസമുള്ളൂ. മറ്റ് ക്രമീകരണങ്ങൾ ഔദ്യോഗികമായി തന്നെ ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തിൽ നേതൃത്വത്തിൽ പോലീസ് സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ആംബുലൻസ് ക്രമീകരണം അടക്കം ഇപ്പോൾ അമൃത ആശുപത്രിയിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. പോലീസ് സംഘമടക്കം അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുമുണ്ട്. വളരെ വൈകാതെ തന്നെ പുറപ്പെടുന്ന വിധം അവയവങ്ങളുമായി പുറപ്പെടും വിധമുള്ള ക്രമീകരണം, അതായത് ഇത് പൂർത്തീകരിക്കുന്നത് 6:30 അപ്പോൾ ഒരു 6:30ക്കും 6:45 ഇടയിൽ തന്നെ അമൃത ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രത്യാശിക്കുന്നത്. ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കുന്നത്. കരളും നേത്രപടലവും അടക്കം നിരവധി കുഞ്ഞുങ്ങൾക്ക് ജീവനും ജീവിതവും കൈമാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സജോയും സാന്ത്വനയും നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളിച്ചിരികൾ കണ്ടിട്ടുണ്ട്, അത് വളരുന്നത് കണ്ടിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ നിമിഷവും അല്ലേ, നമുക്ക് ഒരു കുഞ്ഞ് വളരുന്ന സമയത്ത് പുതിയ പുതിയ ഉടുപ്പുകൾ പാകമാകുന്ന തരത്തിൽ വാങ്ങിക്കൊണ്ടുമ്പോഴൊക്കെ നമ്മൾ ഈ വളർച്ച കാണുകയാണ്. അവിടെ നിന്നാണ് അങ്ങനെ ഒരു ദൗർഭാഗ്യം, ഒരു വാഹനാപകടത്തിൽ എന്ന് പറയുമ്പോൾ ഒരു അസുഖമുള്ള കുഞ്ഞു പോലുമല്ല വാഹനാപകടത്തിൽ പെട്ടെന്ന് നഷ്ടപ്പെടുന്നതാണ്. അതിൻ്റെ തളർച്ച, അതിൻ്റെ വെല്ലുവിളി എത്രത്തോളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ആലോചിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ധീരമായ ഒരു തീരുമാനം മല്ലപ്പള്ളി സ്വദേശികളായ ആ ദമ്പതികൾ കൈക്കൊള്ളുകയാണ്. 10 മാസം പ്രായമുള്ള മകൾ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറുകയാണ്. 2 വൃക്കകളും ഹൃദയവാൽവും കരളും ദാനം ചെയ്യും. എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്നാണ് വൈകിട്ട് 6:30 അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നത്. സാന്ത്വന സുജു നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. സാന്ത്വന, 6:30 മണിയോടുകൂടി അവിടെ നിന്ന് പുറപ്പെട്ടാൽ റോഡ് മാർഗമാണെങ്കിലും നമുക്കതിനുള്ള ക്രമീകരണങ്ങളുണ്ട്. കൃത്യമായി വാഹന നിയന്ത്രണവും ഗതാഗത ക്രമീകരണങ്ങളും ഒക്കെ തയ്യാറായിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും മാധു, നമ്മളിപ്പോൾ കേസോട്ടവുമായി ബന്ധപ്പെടുമ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് കേസോട്ടോ അധികൃതരും വ്യക്തമാക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ ഈ അവയവങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ എറണാകുളം അമൃത ആശുപത്രിയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇനി സർജറി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവയവങ്ങളുമായുള്ള ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടും. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഈ ആംബുലൻസ് സഞ്ചരിച്ചെത്തുന്ന വഴിയിലെല്ലാം തന്നെ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തേണ്ട താമസം മാത്രമാണ് ഉള്ളത്. തിരുവനന്തപുരത്തേക്കാണ് ആംബുലൻസ് എത്തുന്നത്. തിരുവനന്തപുരത്ത് തന്നെ വിവിധ ആശുപത്രികളിലേക്കായിട്ടാണ് ഈ അവയവങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വൃക്കകൾ, ഹൃദയത്തിന്റെ വാൽവ്, കരൾ, നേത്രപടലങ്ങൾ, ഇത്രയും അവയവങ്ങളാണ് ഈ കുഞ്ഞിന്റെ അതായിട്ടുള്ള അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. മധുവിന് നമുക്ക് ഈ അപകടത്തിലേക്ക് ഒന്ന് പോകുകയാണെങ്കിൽ, മധു സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞിനെ ഒന്ന് കണ്ട് കൊതി തീർന്നു പോലും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതിയാണ് ഈ ആക്സിഡന്റ്, ഈ അപകടം നടക്കുന്നത്. അവർ കോട്ടയത്ത് MC റോഡ് വഴി പോകുന്ന വഴിക്കാണ്, പത്തനംതിട്ടയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്. അപകടം സംഭവിച്ച ഇവർ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും കാറിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എതിർദിശയിൽ നിന്ന് വന്ന ഒരു കാർ ഇടിച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപകട സമയത്ത് തന്നെ ഈ കുഞ്ഞിൻ്റെ ബോധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലും അതിനുശേഷം വിവിധ ആശുപത്രികളിലുമായിട്ടൊക്കെ ഈ കുഞ്ഞിനെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞിൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ മാതാപിതാക്കൾക്കും ഒക്കെ തന്നെയും അപകടത്തിൽ സാരമായി പരിക്കേൽക്കുകയും ഒക്കെ തന്നെയും ചെയ്തിരുന്നതാണ്. പക്ഷേ അതിനുശേഷമാണ് അമൃത ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മാതാപിതാക്കളെ അവിടുത്തെ ഡോക്ടർമാർ അറിയിക്കുന്നത്. അങ്ങനെയാണ് അവർ ഏറ്റവും വലിയ ധീരമായ ഒരു തീരുമാനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. തങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള വേദന, തീർച്ചയായിട്ടും നമുക്കൊരു മസ്തിഷ്ക മരണം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിന്നീട് അവരെ സാധാരണ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയ ഒരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ആ ഒരു ധീരമായ ഒരു അത്രയും ദുഃഖത്തിൽ നിൽക്കുമ്പോൾ പോലും ആ അച്ഛനും അമ്മയും എടുത്ത തീരുമാനം എന്ന് പറയുന്നത് മറ്റു പല കുട്ടികളുടെയും ജീവൻ, മറ്റു പല മാതാപിതാക്കളുടെയും പ്രതീക്ഷയാകുക കൂടിയാണ്. നമ്മൾ പലപ്പോഴും ഈ അവയവദാനം ചെയ്യുന്ന ആളുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കാണാറുള്ളതാണ്. അവർക്ക് ഒരു ജീവൻ, അവരുടെ കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോഴും മറ്റു പല കുടുംബത്തിലും ഇങ്ങനെ മരണത്തോട് മല്ലടിക്കുന്ന ആളുകൾ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സന്തോഷകരമായ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്ക് ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കാം എന്നുള്ളതാണ്. റിപ്പോർട്ടർ ടിവിയും
പ്രേക്ഷകരുമെല്ലാം ഞാൻ ഇപ്പോഴും നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ആ മാതാപിതാക്കളുടെ ധൈര്യപൂർവ്വമുള്ള തീരുമാനത്തിന് സല്യൂട്ട് അറിയിക്കുന്നുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ധീരമായ തീരുമാനമാണ്. സ്വന്തം കരളിന്റെ കരൾ മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്ന് പറയുന്ന ധീരമായ സ്നേഹനിർഭരമായ തീരുമാനമാണ് ആ മാതാപിതാക്കൾ. നമുക്ക് അവരെ അറിയില്ല, അവരുടെ പേരുകൾ നമ്മൾ പറയുന്നില്ല, നമ്മൾ ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല, ആ പേര് കേട്ടിട്ടില്ല. പക്ഷേ മറ്റുള്ളവരും കുഞ്ഞുങ്ങളാണ്. നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒന്ന് നൽകാൻ കഴിയുന്ന പല ജീവനുകളായി മാറുമെങ്കിൽ അത്രത്തോളം പ്രധാനപ്പെട്ട മറ്റൊന്നുമില്ലല്ലോ ഇപ്പോൾ.